ഹായ് ഹലോ സിമോൺ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ആയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചതിന് ശേഷം സവാള ഇടുക. ഇതിൽ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ബേ ലീവ്സ് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ. പച്ചമുളക് ഇട്ട് സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിൻ്റെ ആ പച്ചമണം പോകുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയിലും പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ സ്ലോ കുക്കാണ് ഇതിൽ ചെയ്യുന്നത് ഫുള്ള്. അപ്പം ചിക്കൻ നന്നായിട്ടൊരു 30% ആയിട്ടുണ്ട്. അപ്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് അതിൻ്റെ ആ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കനകത്ത്. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ചിക്കന്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, കൂടാതെ ചിക്കൻ മസാല ഇടുക. എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ കഷ്ണങ്ങളിലും ഈ ഒരു പൊടി ഐറ്റം എല്ലാം പിടിക്കുന്നത് പോലെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പൂടെ ഇട്ട്, ഉപ്പെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. എന്നിട്ടത് അടച്ച് വെച്ച് വേവിക്കുക. ഒന്ന് മൂടി വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ടാവും. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി, നമ്മൾ വലിയ തക്കാളിയിൽ 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി എടുക്കാം. തക്കാളി ഇട്ട് അതടച്ച് വെച്ച് വേവിക്കുക. തക്കാളി എല്ലാം വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഈ തൈര് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എരിവൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. തൈര് നന്നായി ഉടച്ചതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരിയായിട്ട് തൈര് കിടക്കും. എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. നമ്മുടെ എന്തൊരു ചാറാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം സ്ലോ കുക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുക. എന്നിട്ടിത് അടച്ചു വെച്ച് വേവിക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഒരല്പം സമയം എടുക്കും. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് പെട്ടെന്ന് എല്ലാം വഴറ്റിയിട്ട് കുക്കറിനകത്തേക്ക് ചിക്കൻ ഇടുന്നു, വിസിലടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് മെനക്കെടേണ്ടതുണ്ട്. എന്നാൽ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അധികം ചേരുവകളൊന്നുമില്ല. അവസാനം മല്ലിപ്പൊടിയും ഗരം മസാലയും ഇടുക കേട്ടോ. ക്യാമറ ഓഫ് ആയതുകൊണ്ട് ഞാൻ ഇടുന്നത് ഇതിലില്ല. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ടുണ്ട്. ചിക്കൻ കറി നന്നായിട്ടുണ്ട്. ഇതിന് നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഓവർ ചാറായിട്ട് വരത്തില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. കണ്ടില്ലേ, അപ്പത്തിൻ്റെയും കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ, സീ യു.